ചേലക്കരയിലെ വിധിയെഴുത്തിന്റെ ചിത്രം തെളിയാൻ ഇനി 2 ദിനം. 3-ാം നാൾ രാവിലെ ചേലക്കരയുടെ മനസ്സറിയാം. വോട്ടെണ്ണൽ ദിനം അടുക്കും തോറും മുന്നണികളുടെ നെഞ്ചിരിപ്പേറുകയാണ്. ആര് ജയിച്ചാലും തോൽക്കുന്നവർ ഏറെ പഴി കേൾക്കേണ്ടി വരും. 3 മുന്നണികളും വിജയാവകാശം ഉന്നയിക്കുന്നുണ്ട്. വോട്ട് ചെയ്ത 1,55,077 പേരിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലം ഉൾപ്പെടെ 3 ഇടങ്ങളിൽ ചേലക്കരയിലാണ് LDFന് വിജയ ചരിത്രമുള്ളത്. 1996 മുതൽ മേധാവിത്വമുള്ള മണ്ഡലം കൈവിട്ടു പോകാതിരിക്കാൻ 18 ഇടവും പയറ്റിയുള്ള പ്രചരണ തന്ത്രമാണ് ആവിഷ്കരിച്ചത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ടായിരുന്നു LDF പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം. അതിനു പുറമെയാണ് മുഖ്യമന്ത്രി 2 തവണ മണ്ഡലത്തിലെത്തിയതും 7 പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചതും. മണ്ഡലം കൈവിട്ടു പോയാൽ സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കേണ്ടി വരും. UDFൽ പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു കൂടുതൽ മണ്ഡലത്തിൽ ചെലവഴിച്ചത്. KPCC പ്രസിഡന്റ് K സുധാകരൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളും രംഗത്തുണ്ടായിരുന്നു. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെക്കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു പ്രത്യേകത. NDAയെ സംബന്ധിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 28,000 ഏറെ വോട്ട് നേടാനായിരുന്നു. ഇത് മറികടക്കാൻ സാധിച്ചില്ലെങ്കിൽ ക്ഷീണമാകും. നിലവിൽ 35,000-ത്തിലധികം വോട്ട് നേടുമെന്നാണ് അവകാശവാദം.